ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും ജനവിധി നാളെ അറിയാം. ഇരു സംസ്ഥാനങ്ങളിലും മെച്ചപ്പെട്ട പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അനുകൂല തരംഗമുണ്ടാകുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ അതിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ക്യാമ്പ്. എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളി BJP ക്യാമ്പും സജീവമായി രംഗത്തുണ്ട്. നിതിൻ അംബുജൻ ഹരിയാനയിലെ റോത്തക്കിൽ നിന്നും തത്സമയം ചേരുകയാണ്. നിതിൻ അംബുജൻ, ഹരിയാനയിൽ കോൺഗ്രസിന് പ്രതീക്ഷയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ എത്തിയപ്പോൾ എന്താ മനസ്സിലാകുന്നത്? ഹരിയാനയിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഹരിയാനയിലും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലടക്കം ഇന്ത്യ സഖ്യത്തിന് മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യ സഖ്യമുള്ളത്. അതിലെടുത്തു പറയേണ്ടത് ഹരിയാനയിലാണ്. കാരണം ഹരിയാനയിൽ ഇക്കുറി കോൺഗ്രസ് ഒരു തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് റോത്തക്കിലെ ഭൂപേന്ദർ ഹൂഡയുടെ വസതിക്ക് മുന്നിലാണ്. എന്തായാലും ഭൂപേന്ദർ ഹൂഡ മുഖ്യമന്ത്രിയാകും എന്നുള്ള ചില സൂചനകൾ തന്നെയാണ്, അത്തരം ചില റിപ്പോർട്ടുകൾ തന്നെയാണ്. കോൺഗ്രസ് തിരിച്ചു വന്നാൽ ഭൂപേന്ദർ ഹൂഡയുടെ പേര് തന്നെയാണ് എന്തായാലും ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും നാളെയാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. അതിന് മുന്നോടി തന്നെ ഭൂപേന്ദർ ഹൂഡയുടെ വസതിക്ക് മുന്നിൽ നിരവധി പേർ ഇതിനകം തന്നെ ഇന്ന് വൈകിട്ട് തന്നെ എത്തിയിരുന്നു. ഭൂപേന്ദർ സിംഗ് ഹൂഡ അല്പസമയം മുമ്പാണ് ഇവിടുന്ന് പുറത്തേക്ക് പോയത്. എന്തായാലും നിർണായക ചർച്ചകളടക്കം തന്നെ ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഹരിയാന കേന്ദ്രീകരിച്ചും നടക്കുന്നുണ്ട്. കോൺഗ്രസ് ഒരു ശക്തമായ തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് ഇത്തവണത്തെ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു. കാരണം 2014 നരേന്ദ്രമോദിയുടെ തരംഗത്തിലാണ് ഹരിയാന BJPക്ക് ഒപ്പം ചേർന്നത്. അതിനുശേഷം നടന്ന രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് അനുകൂലമായ തരംഗം എന്തായാലും ഹരിയാനയിലൂടെ. പക്ഷേ ഇക്കുറി കർഷക സമരം അതോടൊപ്പം തന്നെ ഗുസ്തി താരങ്ങളുടെ സമരമെല്ലാം തന്നെ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ BJPക്ക് കാലിടറും. കോൺഗ്രസിന് മികച്ച മുന്നേറ്റമാണ് പ്രവചിക്കുന്നത്. 55 സീറ്റ് നേടി കോൺഗ്രസ് ഇക്കുറി ഭരണം നേടുമെന്ന ഒരു പ്രവചനമാണ് നടക്കുന്നത്. എന്തായാലും കോൺഗ്രസും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഒരുപക്ഷെ 60 മുകളിലേക്ക് സീറ്റുകൾ പോകാമെന്നാണ് കോൺഗ്രസ് അടക്കം കണക്കുകൂട്ടുന്നത്. അങ്ങനെ പോയാൽ അടുത്ത ചർച്ചകൾ മുഖ്യമന്ത്രി ആരാകണം എന്ന് സംബന്ധിച്ചാണ്. ഇതിനും തന്നെ ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ കുമാരി ഷെൽജിയുടെ പേരും ഇപ്പോൾ സജീവമായി തന്നെ പരിഗണനയിലുണ്ട്. പക്ഷേ ഹരിയാനയിലെ ജാട്ട് മുഖം എന്ന നിലയിൽ തന്നെ ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ പേരിലേക്ക് തന്നെയാകും കാര്യങ്ങൾ പോവുക. എന്തായാലും എക്സിറ്റ് പോൾ പ്രവചനം വന്നതിന് പിന്നാലെ തന്നെ ഭൂപേന്ദർ സിംഗ് ഹൂഡ ഡൽഹിയിൽ പോയി ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏതാണ്ട് ജനസംഖ്യയിലെ 27% ജാട്ട് സമുദായമാണ്. അതുകൊണ്ട് തന്നെ ആ വോട്ട് ബാങ്കിൽ കൃത്യമായ ഇത്തവണ മികച്ച നേട്ടം കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് വെച്ചു പുലർത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ജാട്ട് മുഖം എന്ന നിലയിൽ 2004 ഭൂപേന്ദർ സിംഗ് ഹൂഡ മുഖ്യമന്ത്രിയായതുപോലെ തന്നെ ഇത്തവണ വീണ്ടും ഭൂപേന്ദർ സിംഗ് ഹൂഡ മുഖ്യമന്ത്രിയാവുന്ന പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരടക്കം വെച്ചു പുലർത്തുന്നത്. എന്തായാലും നാളെ രാവിലെ 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 8:30 തന്നെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. 10 മണിയോടുകൂടി തന്നെ ചിത്രം വ്യക്തമാകും. ഹരിയാന ആര് ഭരിക്കും എന്നുള്ള ചിത്രം വ്യക്തമാകും. കഴിഞ്ഞ 10 വർഷത്തെ ഭരണശേഷം കോൺഗ്രസ് വരുമോ അതല്ല BJP വീണ്ടും തുടർഭരണമായി മുന്നോട്ട് പോകുമോ എന്നെല്ലാം തന്നെ നാളെ രാവിലെ 10 മണിയോട് തന്നെ വ്യക്തമാകും. എന്തായാലും വലിയ പ്രതീക്ഷ കോൺഗ്രസ് വെച്ചു പുലർത്തുമ്പോൾ ഇത്തവണ JJP അടക്കം തകർന്നടിയുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. അത് ഏത് നിലയിലാകും ജനവിധി സംബന്ധിച്ച് നാളെ രാവിലെ 10 മണിയോടുകൂടിയാണ് ഹരിയാനയുടെ ചിത്രം എങ്ങോട്ട് പോകുമെന്ന് വ്യക്തമാവുക. എന്തായാലും ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ പേര് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്നെ ഉയർന്നു കേൾക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരം ചർച്ചകൾ ഇതിനെ തന്നെ ഹരിയാന കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് തിരിച്ചുവരവ് നടത്തിയാൽ സ്വാഭാവികമായിട്ടും ആ ഒരു തർക്കത്തിലേക്ക് അധികം പോകാതെ വേഗത്തിൽ തന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചൊരു പ്രഖ്യാപനത്തിലേക്ക് എന്തായാലും ഹൈക്കമാൻഡ് കടക്കും. ആ ഒരു ഹരിയാനയിലെ റോത്തക്കിൽ നിന്ന് നിതിൻ അംബുജനാണ് തത്സമയം ചേർന്നത്.